ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസ് 28. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൈസ് ഡെലിവറിയെ കുറിച്ചാണ്. മാർക്കറ്റിൽ എങ്ങനെയാണ് ഒരു പ്രൈസ് മൂവ്മെൻറ്റ് വരുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് റിയൽ ആയിട്ട് ആ കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള വേയിൽ മാർക്കറ്റിൽ ഇംപ്ലിമെൻ്റ് ആക്കാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പ്രൈസ് ഡെലിവറി ആണെന്നുള്ളൊരു പാറ്റേൺ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്, മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു പ്രൈസ് ഡെലിവറി, മെയിനായിട്ടൊരു പ്രൈസ് ഡെലിവറി നടക്കുന്നതിന് 4 കാര്യങ്ങളുണ്ട്. ഓക്കെ, ഈ 4 കാര്യങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റിൽ വർക്കൗട്ട് ആകുന്നതെന്ന് നോക്കാം. മാർക്കറ്റിൽ ഒരു പ്രൈസ് ഡെലിവറി നടക്കുന്നതിന് മുമ്പ്, അതായത് ഒരു അഗ്രസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റം നടക്കുന്നതിന് മുമ്പ് ഒരു കൺസോളിഡേഷൻ ഉണ്ടാവും. അതിനുശേഷം ഒരു എക്സ്പാൻഷൻ ഉണ്ടാവും. ഒരു മാനിപ്പുലേഷന് ശേഷമായിരിക്കും എക്സ്പാൻഷൻ ഉണ്ടാകുക. അതേപോലെ ഒരു റിട്രേസ്മെൻ്റ് ഉണ്ടാവും, ഒരു റിവേഴ്സൽ ഉണ്ടാവും. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് പോയിട്ട് ഈ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. ഒരു കൺസോളിഡേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഒരു ഹൈയും ലോയും സെയിം ലെവലിൽ തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. പ്രൈസ് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തോ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തോ പ്രൈസ് മൂവ്മെൻറ്റ് വരുന്നുണ്ടാവില്ല. ഇതായിരിക്കും ഒരു പ്രൈസ് ഡെലിവറി നടക്കുന്നതിന് മുമ്പുള്ള ഒരു മോഡലായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടാകാം. അതിനുശേഷം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോയിട്ട് വേണമെങ്കിൽ അപ്പ് സൈഡിലോ ഡൗൺ സൈഡിലോ, നമുക്ക് ഈ ഒരു എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് അപ്പ് സൈഡിലേക്കുള്ള ഒരു മൊമെൻ്റ് ആണ്. ഡൗൺ സൈഡിലേക്ക് പോയിട്ടൊരു മാനിപ്പുലേഷൻ കിട്ടുന്നു. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഒരു കൺസോളിഡേഷന് ശേഷം ബ്രേക്ക് ഔട്ട് കിട്ടുന്ന സമയത്ത് ബ്രേക്ക് ഔട്ട് ഏരിയസ് ആഡ് ആകുന്നുണ്ടാവും. ഇവിടെ ബൈ എടുത്തവരെല്ലാവരും സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ആകുന്നുണ്ടാവും. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു എക്സ്പാൻഷൻ മൂവ്, രണ്ടാമതായിട്ട് വരുന്നത് കൺസോളിഡേഷന് ശേഷം എക്സ്പാൻഷൻ ആയിരിക്കും കാണുന്നുണ്ടാവും. ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്പോൺസർഷിപ്പ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഇമ്പൾസീവായിട്ടുള്ള ക്യാൻഡലിനെ കൊണ്ടായിരിക്കും കിട്ടുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് എങ്ങനെ എൻ്റർ ചെയ്യാൻ നമുക്ക് അടുത്ത പ്ലാൻ ചെയ്യാം. ഒരു റിട്രേസ്മെൻറ്റിലായിരിക്കും നമ്മൾ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു മോഡലിൽ പ്രൈസ് ഡെലിവറി ആകുന്ന ഒരു കൺസോളിഡേഷന് ശേഷം എക്സ്പാൻഷനിലായിരിക്കും മാർക്കറ്റിൽ പ്രൈസ് ഡെലിവറി നടക്കുന്നുണ്ടാകാം. ഇനി കണ്ടിന്യൂഷന് വേണ്ടിയിട്ട് ഒരു റിട്രേസ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു റിട്രേസ്മെൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് എവിടെ നിന്ന് ഈ റിട്രേസ്മെൻറ്റിൽ എൻട്രി എടുക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എക്സാമ്പിളായിട്ട് ഈ ഒരു മൂവ്മെൻറ്റ്, അതായത് ഈ ഒരു ലോ തൊട്ട് ഈ ഒരു ഹൈ വരെ നമ്മൾ മാർക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 50% ഏരിയ എത്തുന്ന സമയത്ത് നമുക്ക് എൻട്രീസ് നോക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ഒരു റിട്രേസ്മെൻറ്റിന് ശേഷം നമുക്ക് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. റിട്രേസ്മെൻറ്റ് വരുന്നു, അതിനുശേഷം വീണ്ടും കണ്ടിന്യൂഷൻ, അതായത് റിവേഴ്സൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മാർക്കറ്റ് ഇങ്ങനെയാണ് ഒരു പ്രൈസ് ഡെലിവറി നടക്കുന്നുണ്ടാകുക. കൺസോളിഡേഷൻ, അതിനുശേഷം ചെറിയൊരു മാനിപ്പുലേഷൻ കിട്ടുന്നു, അതിനുശേഷമായിരിക്കും എക്സ്പാൻഷൻ ഉണ്ടാകുക. കൺസോളിഡേഷൻ, എക്സ്പാൻഷൻ, റിട്രേസ്മെൻറ്റ്, റിവേഴ്സൽ. ഈ ഒരു മോഡലിലായിരിക്കും പ്രൈസ് മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടാകുക. ഈ ഒരു പോയിന്റ് ആയിരിക്കും മാർക്കറ്റിൽ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടാകുക. ഇങ്ങനെ കൺസോളിഡേഷന് ശേഷം ഡയറക്റ്റായിട്ട് ഇങ്ങനെ മുകളിലോട്ടേക്ക് പോകാനുള്ള പ്രോബിലിറ്റി വളരെ കുറവാണ്. മനസ്സിലാക്കാൻ ഓക്കെ, ഇങ്ങനെ ഡയറക്റ്റായിട്ട് മുകളിലോട്ട് പോകാനുള്ള പ്രോബിലിറ്റി വളരെ കുറവാണ്. ഒരു മാനിപ്പുലേഷന് ശേഷമായിരിക്കും അപ്പ് സൈഡിലേക്കൊരു മൊമെൻറ്റ് കിട്ടുന്നുണ്ടാകുക. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ റിട്രേസ്മെൻറ്റിൽ നിന്ന് എൻ്റർ ചെയ്യാനും അപ്പ് സൈഡിലേക്കുള്ള ഒരു റിവേഴ്സൽ ക്യാച്ച് ചെയ്യാനും പറ്റുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു പ്രൈസ് ഡെലിവറി മാർക്കറ്റിൽ നടക്കുന്നുണ്ടാകുക. വളരെ സിമ്പിളായിട്ട് പറയലാണെന്നുണ്ടെങ്കിൽ ഇതൊരു അക്യുമുലേഷൻ ആണ്, ഇതൊരു മാനിപ്പുലേഷൻ ആണ്. അതിനുശേഷം നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നു അപ്പ് സൈഡിലേക്ക്. ഇതാണ് ഒരു പ്രൈസ് ഡെലിവറി ആയിട്ട് മാർക്കറ്റിൽ സംഭവിക്കുന്നത്. ഓക്കെ, നമുക്ക് എവിടെയൊക്കെ എൻ്റർ ചെയ്യാൻ എങ്ങനെയാണ് കൺഫർമേഷൻ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു കൺസോളിഡേഷൻ കിട്ടുന്നു, നമുക്കിതൊരു എൻട്രി മോഡലായിട്ട് എങ്ങനെ എടുക്കാൻ നമുക്ക് നോക്കാം. ഒരു കൺസോളിഡേഷൻ കിട്ടുന്നു, അതിനുശേഷം നമുക്ക് ഒരു മാനിപ്പുലേഷന് ശേഷം റീസെൻ്റ്ലി ക്രിയേറ്റ് ചെയ്തിട്ടൊരു ഹൈ ബ്രേക്ക് ഔട്ട് കിട്ടലാണെന്നുണ്ടെങ്കിൽ ഇതൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു ഏരിയ നമുക്ക് MSS ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം പ്രൈസ് റിട്രേസ് ആയിട്ട് നമുക്ക് ഫിബൊനാച്ചി ടൂൾ യൂസ് ചെയ്യാം. ഈ ഒരു മാനിപ്പുലേറ്റഡ് ലെഗ് തൊട്ട് ഒരു ഹൈ വരെ നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിസ്കൗണ്ട് അറയിൽ വരുന്ന സമയത്ത് നമുക്കൊരു FEGന്നോ അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിൽ നിന്നെല്ലാം എൻട്രി എടുക്കാൻ നോക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ഏരിയാസിൽ നിന്ന് എൻട്രി എടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ലെവലിലെ ലിക്വിഡിറ്റി, ഈ ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി വരെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് PDRA വരെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഇതായിരിക്കും നമ്മുടെ എൻട്രി മോഡൽ ഉണ്ടാകുക. ഈ ഒരു ഏരിയയിൽ എൻട്രി എടുക്കുന്നു, താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അപ്പ് സൈഡിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു. ഇതായിരിക്കും നമ്മൾ എൻട്രി മോഡലായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇനി നമുക്ക് മാർക്കറ്റിലേക്ക് പോയിട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളും നോക്കാം. എക്സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ EURUSDയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ് എടുത്തിട്ടുള്ളത്. ഒരു ലോവർ ടൈം ഫ്രെയിമാണ്. അതേപോലെ തന്നെ ഞാൻ കൺഫ്ലുവൻസ് ആയിട്ട് നമ്മുടെ സെഷൻസിൻ്റെ ടൈം ഫ്രെയിമും കൂടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ,
നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമുക്ക് പ്യുവറായിട്ടുള്ളൊരു മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മൂവ്മെൻറ്റ് വന്നിട്ടുള്ള ഒരു ഏരിയ നോക്കാം. ഓക്കെ, ഇതൊരു കൺസോൾട്ടേഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ബോക്സിനെ നമുക്ക് വരക്കേണ്ടതില്ല, അല്ലാതെ തന്നെ നമുക്കൊരു ബോക്സ് ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, എങ്കിലും ഇതൊന്ന് ഡ്രോ ചെയ്ത് വെക്കാം. ഇതൊന്ന് മിനിമൈസ് ചെയ്ത് വെക്കുന്നുണ്ട് ഈ സെക്ഷൻ്റെ ഇൻഡിക്കേറ്റർ. ഇത് നമുക്കൊരു കൺസോൾട്ടേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഏരിയ. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയ കൺസോൾട്ടേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഞാനൊന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു കൺസോൾട്ടേഷന് ശേഷം ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് ഡൗൺ സൈഡിൽ നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പും കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പിക്ചർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ഏഷ്യൻ്റെ ലോയും കൂടിയാണ്. പ്രൈസ് അതിന് ശേഷം നമുക്ക് അഗ്രസീവായിട്ട് ഒരു മൊമെൻറ്റം തന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിരുന്നു ഒരു ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുള്ള ഓർഡർ ഉണ്ടായിരുന്നത്. അതിന് ശേഷം മാർക്കറ്റ് ഒരു ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ക്ലിയർ. നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഒന്ന് എൻട്രി എടുക്കാൻ നോക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു FEG നിന്നും എൻട്രി എടുക്കാൻ നോക്കാൻ പറ്റുന്നതാണ്. ക്ലിയർ. ഇവിടെ നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. MSS എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇതൊരു കൺസോൾട്ടേഷൻ ആണ്. ഇതൊരു മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഡൗൺ സൈഡിലേക്ക് പോയിട്ട്. അതിനുശേഷം നമുക്ക് അഗ്രസീവായിട്ട് അപ്പ് സൈഡിലേക്ക് വന്നിട്ട് ഒരു ഷിഫ്റ്റും കൂടി കിട്ടുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റും കൂടി കിട്ടുന്നുണ്ട്. അതിനുശേഷം റിവേഴ്സ് ആയിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ലെവൽസിലേക്ക് വന്നിട്ടില്ല. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പ് സൈഡിലേക്ക് ഒരു മൂവ്മെൻ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ. അപ്പ് സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കൺസോൾട്ടേഷൻ, ഒരു എക്സ്പാൻഷൻ കിട്ടി, റിട്രേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അപ്പ് സൈഡിലേക്ക് ഒരു മൊമെൻറ്റും കിട്ടിയിട്ടുണ്ട്. നമുക്ക് റിവേഴ്സലായിട്ട് വേണമെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പെല്ലാം നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. റിട്രേസ്മെൻറ്റ് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ എന്നെല്ലാം നമുക്ക് ഓപ്പൺ എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ഏരിയാസ് എന്നെല്ലാം നമുക്ക് എൻട്രി എടുത്തതിന് ശേഷം ഈ ഒരു ലോ വരെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് നോക്കാൻ പറ്റുന്നതാണ്. ടാർഗറ്റ് ആയിട്ട് ഈ ഒരു ഹൈസ് എല്ലാം നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ക്ലിയർ. നമുക്ക് ഇതേപോലെ തന്നെ എൻട്രി എടുക്കാൻ പറ്റണമെന്നില്ല, പക്ഷെ ഇങ്ങനെയാണ് ഒരു മോഡലും കാര്യങ്ങളും വർക്കൗട്ട് ചെയ്യുന്നത്. ക്ലിയർ. നമുക്ക് വേറൊരു എക്സാമ്പിളായിട്ട് നോക്കാം. ഇത് ഇന്ന് നടന്നിട്ടുള്ളൊരു മാർക്കറ്റാണ്. കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു മാർക്കറ്റാണ്. നമുക്ക് ഈ ഒരു മോഡൽ നമുക്ക് ട്രേഡും കാര്യങ്ങളും നോക്കാൻ പറ്റുന്നതാണ്. ക്ലിയർ. അപ്പോൾ നമുക്ക് വേറൊരു മോഡലും കൂടി നോക്കാം. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാനുണ്ട്. ഞാൻ സെക്ഷനും കൂടി ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത വേറൊരു ഏരിയ ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് നോക്കാം. ക്ലിയർ. ഞാനൊരു ഇൻഡിക്കേറ്റർ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയ ഒരു കൺസോൾട്ടേഷൻ ഏരിയ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഏരിയാസും കൂടി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏഷ്യ നമുക്കൊരു കൺസോൾട്ടേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നൊരു സെറ്റപ്പാണ്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കെൽസോണിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 20 മുതൽ 00 ടൈമിംഗ് വരെയാണ് ഏഷ്യ വരുന്നത് അല്ലേ. നമുക്ക് ഏഷ്യയുടെ ടൈമിംഗ് ഒരു നോക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ, ഏകദേശം ഈ ഒരു ഏരിയ വരെയാണ് ഏഷ്യ വരുന്നത്. ഇതാണ് ഏഷ്യയുടെ ലോ, ഇതാണ് ഏഷ്യയുടെ ഹൈ. ഏഷ്യ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു മാനിപ്പുലേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഏഷ്യൻ്റെ ലോ, ഈ ഒരു കൺസോൾട്ടേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഹൈ നമുക്ക് ഏഷ്യൻ്റെ ഒരു ബോക്സ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഏഷ്യ കഴിഞ്ഞിട്ടുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നോക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഇവിടെ ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്. ക്ലിയർ. നമുക്ക് ഈ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ക് മാത്രമല്ല ബോഡി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊരു ആൻറ്റിസിപ്പേഷൻ ആണ് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നുള്ളത്. നമുക്കതിന് ഡെയിലി ബയാസും കാര്യങ്ങളെല്ലാം പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റിലൊരു ഷിഫ്റ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അല്ലേ. നമ്മളൊരു കൺസോൾട്ടേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കൊരു എക്സ്പാൻഷൻ കിട്ടിയിട്ടുണ്ട്. എക്സ്പാൻഷൻ നമ്മൾ നേരത്തെ വീഡിയോ കണ്ട പോലെ തന്നെ വലിയൊരു എക്സ്പാൻഷൻ ആണെന്നില്ല. നമുക്കൊരു ചെറിയൊരു എക്സ്പാൻഷൻ, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് എൻട്രി മോഡലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ നേരത്തെ കണ്ട പോലെ തന്നെ നെക്സ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. ക്ലിയർ. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് എൻട്രി എടുക്കാൻ നോക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് ടാർഗറ്റ് ആയിട്ട് നോക്കാൻ പറ്റുന്നത് ഈ ഒരു ഏരിയാസിൽ എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലോ വരെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം ടാർഗറ്റ് നമുക്ക് ഈ ഒരു ഹൈ വരെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു ഹൈ വരെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് പ്ലേ ഔട്ട് ആയിട്ട് നോക്കാം. ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട്. നമുക്ക് ഏഷ്യയും ഒരു കൺസോൾട്ടേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഇവിടെ ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്.
ഓക്കെ, മാനിപ്പുലേഷൻ നടന്നതിന് ശേഷം നമുക്ക് എന്താ കിട്ടുക? എക്സ്പാൻഷൻ മൂവ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതിനുശേഷം ഒരു റിട്രേസ്മെന്റ് കിട്ടിയിട്ടുണ്ട്, അതായത് ഒരു റിവേഴ്സൽ നമുക്ക് ഇവിടെ അതിനുശേഷം ഒരു ഏരിയയിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ. അതായത് കൺസോളിഡേഷൻ, മാനിപ്പുലേഷൻ, അതിനുശേഷം എക്സ്പാൻഷൻ കിട്ടിയിട്ടുണ്ട്, റിവേഴ്സൽ, കണ്ടിന്യൂഷൻ എന്ന രീതിയിലാണ് പ്രൈസ് മൂവ്മെന്റ് ചെയ്യാറുള്ളത്. നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടി നോക്കാം. നമുക്ക് പ്യുവർ ആയിട്ടുള്ളൊരു കൺസോളിഡേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നോക്കാം. ഈ ഒരു ഏരിയാസിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ നല്ലൊരു ലിക്വിഡിറ്റി കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒന്ന് സെക്ഷൻ്റെ ടൈം ഓപ്പൺ ചെയ്ത് നോക്കാം, ഏതാണ് ആ ഏരിയ നോക്കാം. ഇത് ലണ്ടൻ്റെ ഒരു പ്ലേ ഔട്ടാണ്. ഓക്കെ, എന്നാൽ ഈ ഒരു ഏരിയ നമുക്ക് മാർക്കായിട്ട് നോക്കാം. ക്ലിയർ? അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് നല്ലൊരു കൺസോളിഡേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു ഏരിയ നമുക്ക് നല്ലൊരു കൺസോളിഡേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. നമുക്കൊരു എൻട്രി മെത്തേഡ് എങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു ഏരിയ കൺസോളിഡേഷൻ ആണ്. അതിന് ശേഷം ഒരു മാനിപ്പുലേഷന് ശേഷം പ്രൈസ് ഇവിടുന്ന് നല്ല രീതിയിൽ അഗ്രസീവായിട്ട് അപ്സൈഡിലേക്ക് ഒരു മൊമെൻറ്റം തന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമുക്ക് റിവേഴ്സലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അല്ലേ. ഈ ഒരു മോഡൽ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് റിവേഴ്സലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പക്ഷെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഓപ്പൺ മിറ്റിഗേഷനിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. അതായത് ഇതായിരിക്കും ഇതിൻ്റെ ഓപ്പൺ മിറ്റിഗേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഏരിയ, ഈ ഒരു തേർഡ് ക്യാൻഡിൽ ഉണ്ടോ, ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, ഫോർത്ത് ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ സ്വിംഗ് ലോന്റെ താഴെയും ടാർഗറ്റ് ഒരു 1:2 ലെവലിൽ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. കൺസോളിഡേഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, അതിനുശേഷം ഒരു മാനിപ്പുലേഷൻ സംഭവിച്ചിട്ടുണ്ട്, അതിനുശേഷം ഇവിടെ ഒരു എന്താ പറയുക എക്സ്പാൻഷൻ സംഭവിച്ചു. റിട്രേസ്മെന്റ് നമുക്ക് ഇവിടെ കിട്ടിയില്ല, പക്ഷെ നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് യൂസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് വീണ്ടും കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഒരു കൺസോളിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ തന്നെ കിട്ടണമെന്നില്ല, ഇങ്ങനെ ഒരു സെറ്റപ്പ് തന്നെ കിട്ടണമെന്നില്ല. കുറച്ച് ചിലപ്പോൾ ഹൈ പോകുന്നുണ്ടാവും, ലോ പോകുന്നുണ്ടാവും, ഇങ്ങനെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ കൺസോളിഡേഷൻ കിട്ടുന്നുണ്ടാകാം. അപ്പോൾ നമ്മൾ അതിൻ്റെ രീതിയിൽ, അതായത് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്തൊരു എന്താ പറയുക, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ആയിരിക്കില്ല എൻട്രീസും കാര്യങ്ങളും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഉണ്ടാകുക. അത്ര എളുപ്പത്തിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം കാണിച്ചെന്ന പോലെ ആയിരിക്കില്ല. മാർക്കറ്റിലേക്ക് നമ്മൾ ഒരു ഫോർവേഡ് ടെസ്റ്റ് എല്ലാം രീതിയിൽ നോക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാക്കുക കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള സെറ്റപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ഫോം ആയതിനു ശേഷം വളരെ ഈസി ആയിട്ട് പറഞ്ഞുതരാൻ പറ്റും, പക്ഷെ ഫോം ആകുന്നതിന് മുമ്പ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ആ ഒരു കൺസോളിഡേഷൻ നേരത്തെ കണ്ടിട്ടുള്ള പോലെ തന്നെ കിട്ടാൻ ചാൻസ് ഇല്ല. ഇങ്ങനെ ഒരു ഹൈയും ലോയിലും ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാകാം. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഓക്കെ, ഈ ഒരു ഏരിയാസിൽ നടന്നിട്ടുള്ള ഒരു സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബോക്സ് ഇവിടെ നമുക്ക് ഈ ഒരു ഹൈ തൊട്ട് എടുക്കാം, ഈ ഒരു ഹൈ എടുക്കാം, അതേപോലെ തന്നെ ഇതിങ്ങനെ ഒരു ഡ്രോ ചെയ്യാം. ക്ലിയർ? നമുക്കിവിടെ ഒരു കൺസോളിഡേഷൻ ഉണ്ട്, നമുക്ക് ഈ ഒരു ഏരിയ കൺസോളിഡേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അല്ലേ. അതേപോലെ തന്നെ ഈ ഒരു കൺസോളിഡേഷന് ശേഷം ഈ ഒരു ഹൈ സ്വീപ്പ് ഔട്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ ഒരു ഷിഫ്റ്റ് കിട്ടി ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയാസ് നില നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. കൺസോളിഡേഷൻ, ഒരു എക്സ്പാൻഷൻ ആയിട്ട് ഈ ഒരു ലെഗ് എടുക്കാൻ പറ്റുന്നതാണ് അല്ലേ. ക്ലിയർ? കൺസോളിഡേഷൻ, എക്സ്പാൻഷൻ, റിട്രേസ്മെന്റ്, കണ്ടിന്യൂഷൻ. നമുക്ക് എങ്ങനെയാണ് ഒരു കണ്ടിന്യൂഷൻ, ഞാൻ ഈ ഒരു ഏരിയയിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് ഈ ഒരു സെറ്റപ്പും കൂടി എടുക്കാനുള്ള കാരണം. എന്നുവെച്ചാൽ ഈ ഒരു ഏരിയയിൽ എനിക്കൊരു ട്രേഡ് ഉണ്ടായിരുന്നു, ഞാൻ എടുത്തിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ഹൈ ഒരു സ്വീപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ റിട്രേസ്മെൻറ്റ് ട്രേഡ് എടുത്തൊരു സെറ്റപ്പ് ആയിരുന്നു. ക്ലിയർ? അതിനുശേഷം ഞാൻ ഇവിടെയുള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിന്നായിരുന്നു എൻട്രിയും കാര്യങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഏരിയ നിന്നാണ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് ട്രേഡ് എടുത്തു. ഈ ഒരു ഹൈ ആയിരുന്നു ഞാൻ സ്റ്റോപ്പ് ലോസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടാർഗറ്റ് ആയിട്ട് നെക്സ്റ്റ് ലെവൽ ലിക്വിഡിറ്റി ആയിരുന്നു ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോറി, ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെവൽസിലായിരുന്നു, ഈ ഒരു ഓർഡർ ബ്ലോക്ക് ലെവൽസിലായിരുന്നു ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ലെവലിലായിരുന്നു ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്കിവിടെ ഒരു 3 ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നല്ല, കുറച്ചും കൂടി നേരത്തെ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കുറച്ചും കൂടി ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അപ്സൈഡിലോട്ട് ഈ ഒരു ലെവൽസിൽ നിന്നായിരുന്നു ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 1:2 എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ടാർഗറ്റും കാര്യങ്ങളും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കൺസോളിഡേഷൻ മാർക്കറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു മാനിപ്പുലേഷന് ശേഷമാണ് ഡൗൺ സൈഡിലേക്ക് പ്രൈസ് ഇമ്പൾസീവായിട്ട് വന്നിട്ടുള്ളത്. കൺസോളിഡേഷൻ, എക്സ്പാൻഷൻ, റിട്രേസ്മെൻറ്റ്, റിവേഴ്സൽ, ഈ ഒരു സെറ്റപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണോ? അല്ല,
നമുക്ക് ഇങ്ങനെയാണ് മാർക്കറ്റിൽ എൻട്രീസും കാര്യങ്ങളും വരുന്നുണ്ടാകുക. നമ്മൾ കുറച്ചും കൂടി നമ്മുടെ മൈൻഡും കാര്യങ്ങളെല്ലാം ആ ഒരു രീതിയിൽ വർക്കൗട്ട് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇങ്ങനെയുള്ള എൻട്രീസും കാര്യങ്ങളും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ നമുക്ക് ഈ ഒരു ഏരിയാസിലുള്ള എൻട്രി ഉണ്ട്, പക്ഷെ എൻട്രി എടുക്കാൻ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നോക്കുന്ന സമയത്ത് നമുക്ക് ഏഷ്യയുടെ ഒരു ലെവൽസ് എല്ലാം കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു ഏരിയ ഏഷ്യയുടെ ഒരു പ്ലേ ഔട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ടായിരുന്നു എൻട്രീസും കാര്യങ്ങളും എടുക്കാൻ പറ്റാതിരുന്നത്. ഞാൻ ഈ ഒരു ഏരിയാസിൽ നിന്ന് ട്രേഡ് നോക്കിയൊരു സെറ്റപ്പ് ആയിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. ക്ലിയർ? ഓക്കെ, നമുക്കൊരു എക്സാമ്പിളും കൂടി നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയയിൽ നോക്കാം. ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു മാനിപ്പുലേഷനുള്ള സെറ്റപ്പ് ആയിരുന്നു. ഈ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു മാനിപ്പുലേഷനും ഈ ഒരു കൺസോളിഡേഷൻ ശേഷം പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഡൗൺ സൈഡിലേക്ക് ഒരു എന്ത് തന്നിട്ടുള്ളത്, എക്സ്പാൻഷൻ തന്നിട്ടുണ്ടല്ലേ. കൺസോൾട്ടേഷൻ, മാനിപ്പുലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നമ്മളൊരു പ്രൈസ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മാനിപ്പുലേഷന് ശേഷമായിരിക്കും എക്സ്പാൻഷൻ കിട്ടുന്നുണ്ടാകുക. കൺസോൾട്ടേഷൻ, മാനിപ്പുലേഷൻ, അതിന് ശേഷമായിരിക്കും എക്സ്പാൻഷൻ വരുന്നുണ്ടാകുക. ഓക്കെ, ഒരു എക്സ്പാൻഷന് ശേഷം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഒരു റിവേഴ്സൽ കാണാൻ പറ്റുന്നതാണ്, അതൊരു റിട്രേസ്മെൻറ്റ് കാണാൻ പറ്റുന്നതാണ്, അതിന് ശേഷം നമുക്ക് റിവേഴ്സൽ കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ഏരിയാസിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് സെൽ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. എക്സാമ്പിളായിട്ട് ഈ ഒരു ഏരിയാസിൽ നമുക്ക് ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ട് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. ടാർഗറ്റായിട്ട് ഈ ഒരു ലോ എല്ലാം നമുക്ക് ടാർഗറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ക്ലിയർ? ഇങ്ങനെ ആയിരിക്കും നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു കൺസോൾട്ടേഷൻ, അതേപോലെ എക്സ്പാൻഷൻ, റിട്രേസ്മെൻറ്റ്, റിവേഴ്സൽ. വേറെ രീതിയിൽ പറയലാണെന്നുണ്ടെങ്കിൽ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ഈ ഒരു ഏരിയയിൽ എൻട്രി നോക്കാൻ പറ്റും, ടാർഗറ്റായിട്ട് നെക്സ്റ്റ് ലിക്വിഡിറ്റി വരെ നോക്കാൻ പറ്റും. ഇങ്ങനെ ആയിരിക്കും മാർക്കറ്റിൽ പൊതുവേ മൂവ്മെൻറ്റും കാര്യങ്ങൾ, അതായത് പ്രൈസ് ഡെലിവറി നടക്കുന്നുണ്ടാകുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാവരും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്കൊരു ഡിസ്കോഡ് കമ്മ്യൂണിറ്റി ഉണ്ട്, വലിയ ആക്റ്റീവ് ഒന്നുമല്ല, പക്ഷെ നിങ്ങൾക്ക് അതിൽ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ട്രേഡ് അപ്ഡേറ്റ്സ് ഇടാൻ പറ്റുന്നതാണ്. അതേപോലെ എൻ്റെ ട്രേഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഞാൻ ഇടുന്നതാണ്. അതിൽ നിങ്ങൾക്ക് അതെല്ലാം വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊരു ലേണിംഗ് കമ്മ്യൂണിറ്റി ആയിട്ട് കൊണ്ടുപോകുന്നൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. എന്തായാലും വീഡിയോ കാണാൻ വേണ്ടി, അങ്ങോട്ടേക്കുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ബെല്ലൈക്കണം കൂടി ഒന്ന് ആക്റ്റീവ് ചെയ്ത് വെക്കുക.